പതിവ് പോലെ ഇക്കുറിയും ക്രിസ്മസ് വിപണികൾ നിറങ്ങൾ പ്രകാശിപ്പിച്ച് കൃപ പ്രൊവിഡൻസ് ഹോമിലെ LED നക്ഷത്രങ്ങൾ. ആലുവ കൃപയിലെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളാണ് LED മാല ബൾബുകളും പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. ക്രിസ്മസ് വിപണിയിൽ കൃപയിലെ കുട്ടികൾ നിർമ്മിച്ച നക്ഷത്രങ്ങൾക്കും വർണ്ണങ്ങളിലുള്ള ബൾബുകൾക്കും മാർക്കറ്റിൽ നല്ല ഡിമാൻഡ്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കണ്ടാലോ? ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കൃപയിലെ കുട്ടികളും ഹാപ്പിയാണ്. കുട്ടികൾ തയ്യാറാക്കുന്ന ക്രിസ്മസ് ലൈറ്റുകൾക്കും നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പള്ളികളിലും വീടുകളിലും പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കുമ്പോൾ അതിനേക്കാൾ പല വർണ്ണങ്ങളിലുള്ള LED ബൾബുകളും നക്ഷത്രങ്ങളും തയ്യാറാക്കി നൽകുകയാണ് കൃപയിലെ കുട്ടികൾ. 3 വർഷം മുൻപാണ് ഇത്തരമൊരു സംരംഭത്തിന് കൃപയിൽ തുടക്കമിട്ടത്. ആദ്യമായിട്ട് വരുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർ പറയും, ഇങ്ങനത്തെ കുട്ടികളുണ്ടാക്കുന്ന ഒരു ചാരിറ്റി അല്ലേ, ഒരു ചാരിറ്റി എന്ന രീതിയിൽ എന്തെങ്കിലും പോയി മേടിച്ചേക്കാം അവിടെ പോയിട്ട്. പക്ഷെ മേടിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ പറയും, അച്ഛാ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വേണം കേട്ടോ, നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മേടിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് പിന്നെ വരുന്നത് അവർ. അതുപോലെ കുട്ടികളുടെ പെരുമാറ്റം കണ്ടിട്ട് കുട്ടികൾ ഹാപ്പിയായിട്ട് വളരെ ഹാപ്പിയായിട്ട് എന്നോട് ഓരോ കാര്യം ചെയ്യുന്നത് അവർ. കാരണം അവരെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാര്യം നേടാൻ സാധിച്ചു, സമൂഹത്തിന് മുൻപിൽ ഞങ്ങൾ തഴയപ്പെട്ടവരല്ല എന്ന് തെളിയിക്കുവാനുള്ള ഒരു അവസരമായിട്ട് അവർ കാണുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയ LED ക്രിസ്മസ് സ്റ്റാർ, LED സീരിയൽ ബൾബ് തുടങ്ങിയവയാണ് കൃപയിലെ കുട്ടികൾ തയ്യാറാക്കുന്നത്. 18 മുതൽ 35 വരെ പ്രായമുള്ളവരാണ് നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത്. കൃപയിലെ കുട്ടികൾ തയ്യാറാക്കുന്ന ലൈറ്റുകളും നക്ഷത്രങ്ങളും വ്യാപാരശാലകൾ, ആശുപത്രികൾ, വൻകിട സ്ഥാപനങ്ങൾ എന്നിവ മൊത്തമായാണ് എടുക്കുന്നത്. 150 രൂപ മുതൽ വിലയുള്ള നക്ഷത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്. വർഷങ്ങൾ ഈടുനിൽക്കുന്ന ഗുണമേന്മയാണ് കൃപയുടെ മുഖമുദ്ര. പതിനെട്ട് വയസ്സിന് ശേഷം കൃപയിലെ കുട്ടികൾക്ക് പ്രത്യേക തൊഴിൽ പരിശീലനം നൽകുന്നു. നിലവിൽ 80-ലധികം ഭിന്നശേഷി കുട്ടികൾക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. ജെയിംസ് ഏട്ടനാണ് അതിൻ്റെ ചുമതല. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പോൾ എല്ലാ കോഴ്സും തന്നെ എല്ലാവരും പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഷിഫ്റ്റായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുന്നവരുണ്ട്, ബുക്ക് ബൈൻഡിങ് ഉണ്ട്, അംബ്രല്ല മേക്കിംഗ്, ക്യാൻഡിൽ മേക്കിംഗ്, പിന്നെ ഇലക്ട്രോണിക്സ്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ വർക്കാണ് നമ്മൾ ഇനി ജനുവരി വരെ നമ്മൾ ഇതിൻ്റെ വർക്കായിരിക്കും. അത് കഴിഞ്ഞാൽ വേറെ അടുത്ത ഇതിൽ ബുക്കിൻ്റെ സെക്ഷൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ജെയിംസ് ഏട്ടനെ കൂടാതെ പയസേട്ടനും ലാലു ചേട്ടനും വർഗീസ് ഏട്ടനും സരള ചേച്ചിയും കുട്ടികൾക്ക് കൂട്ടിനുണ്ട്. കൃപയിൽ നിന്ന് തൊഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളും ഇന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കും ഈ ജോലിയോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. പരിശീലനം നേടിയവർ ജോലി ചെയ്യുന്നതോടൊപ്പം കൃപയിലെ കുട്ടികൾക്കും പരിശീലനം നൽകുന്നു. ഇപ്പോൾ കുറേ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു. ഇനി ഒരു 15 ഒരു ഓർഡർ കൂടെ ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. സാധനം ഇല്ലാത്തതുകൊണ്ട് ജോലി ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും നമ്മളെടുത്ത് അങ്ങനെ ഇതാണ്, കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ലൈറ്റിൻ്റെ സോൾഡറിങ് ചെയ്യും, അഡാപ്റ്റർ സെറ്റ് ചെയ്യാൻ സാറിനെ സഹായിക്കാറുണ്ട്. പിന്നെ എന്താ വയർ കട്ടയാണെങ്കിൽ വയർ കട്ട് ചെയ്യും, വയർ സ്ലീവ് അളയും, ബൾബുകൾ കട്ട് ചെയ്യും. ചുറ്റാനുള്ള ടൈം ആണെങ്കിൽ ചുറ്റാൻ ആൾക്കാരില്ലെങ്കിൽ ഞാൻ ചുറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. സെറ്റിൻ്റെ ബന്ധപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഇവരാണ് കൃപയിൽ വ്യത്യസ്ത നിറങ്ങൾ പ്രകാശിപ്പിക്കുന്ന നിറങ്ങളിൽ ഇവരുടെ സന്തോഷവും കാണാം. ക്യാമറ പേഴ്സൺ ടിബിനോടൊപ്പം അനിൽ കാസ്തേദ്, ന്യൂസ് മലയാളം, കൊച്ചി.